5 ലക്ഷത്തിന് ഒരു കല്യാണം ആയാലോ? പലതരം കല്യാണങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിലേക്ക് കടന്നു വരുന്ന പുതിയ ഒന്നാണ് ഹൈദരാബാദി കല്യാണം. കേട്ടാൽ ഹൈദരാബാദിൽ നടക്കുന്ന ഒരു സാധാരണ കല്യാണമാണെന്ന് തോന്നുമെങ്കിലും വലിയ സാമൂഹിക മാനങ്ങളുള്ള ഒന്നാണ് ഈ കല്യാണം. വെറും 5 ലക്ഷം രൂപയ്ക്ക് ഒരു കല്യാണം. എങ്ങനെയെങ്കിലും ഒരു കല്യാണം സെറ്റായാൽ മതി, അല്ലെങ്കിൽ ഒരു പെണ്ണ് സെറ്റായാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓണക്കാല ഓഫർ പോലെ ഒരു കല്യാണ ഓഫർ വന്നാലോ? കേട്ടത് ശരിയാണ്. മെഹർ നൽകുക, നിക്കാഹിന്റെ ചെലവ് വഹിക്കുക, ഡ്രസ്സിന്റെ ചെലവ്, ഫുഡിന്റെ ചെലവ്, ഗാസിക്ക് നൽകേണ്ട പണം, അതേപോലെ തന്നെ ഏജന്റിന്റെ പ്രതിഫലം, ഇതെല്ലാം കൂടെ കൂട്ടി വെറും 5 ലക്ഷം രൂപ മാത്രം. അങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും അത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവിടെയാണ് ഈ കല്യാണം നടക്കുന്നത്. കല്യാണം കഴിക്കാൻ പറഞ്ഞു വെച്ചിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വഴികൾ വഴിയോ നമുക്ക് കയ്യിൽ ഫോട്ടോ ആയിട്ട് കിട്ടുകയില്ല. പക്ഷെ പയ്യനോ പയ്യന്റെ കൂട്ടുകാരോ ടീംസുകളോ ഒക്കെ പോയി നേരിട്ട് കണ്ട് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടണം. അതുമാത്രമല്ല, പിന്നീട് നമ്മൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ കല്യാണം നടക്കുന്ന അല്ലെങ്കിൽ കല്യാണം പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചു തരും. അത് നോക്കി മാക്സിമം 3-4 ആൾക്കാരെയൊക്കെ കൂട്ടി ഈ ഏജന്റുമാരുടെ സഹായത്തോടെയും ഒത്താശയോടെയും ലൊക്കേഷനിലേക്ക് എത്തേണ്ടതാണ്. പിന്നീട് എല്ലാ ചടങ്ങുകളും ഏജന്റുമാർ മുൻകൈ എടുത്ത് തന്നെ നടത്തും. എല്ലാത്തിനും അവരുടെ മേൽനോട്ടം ഉണ്ടാകും. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അറബി കല്യാണം, മൈസൂർ കല്യാണം, ഇതിന്റെയൊക്കെ വേറൊരു വേർഷനാണ് ഈ കല്യാണം. ഈ ഹൈദരാബാദി കല്യാണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിനെ തേടി, ഈ വരന്മാരെ തേടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നോട്ടീസിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മേളിൽ പറഞ്ഞതൊക്കെ. മറ്റു ഭാഷകൾ, അതായത് ഹിന്ദി, ഉറുദു ഒക്കെ സംസാരിക്കുന്ന പെൺകുട്ടികളെ വെറും 6 മാസം കൊണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു കാലയളവിൽ മലയാളം പഠിപ്പിക്കാൻ സാധിക്കുമെന്നും ആ നോട്ടീസിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഇവരെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഒക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. കല്യാണം നടത്തി കുറച്ച് നാളുകൾക്കുള്ളിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഭാര്യയെ തേടി പോലീസിൽ എത്തിയിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരാതിയാണ് അത് ഈ ഒരു കാര്യത്തിന് കൂടുതൽ വിശദമായി അതിന്റെ ഉള്ളറകൾ തുറന്നു വന്നത്. ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടപ്പോഴാണ് ഹൈദരാബാദുകാരിയായ ഭാര്യയിലേക്കും അന്വേഷണം എത്തുന്നത്. ഇത്തരത്തിൽ കല്യാണം കഴിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവർ. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല ഏജന്റുമാരിലേക്കും അവരുടെ കയ്യിലുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുകയുണ്ടായി. എന്നാൽ പോലീസിന് രേഖാമൂലമുള്ള പരാതികൾ ഇത്തരം കേസുകളിൽ പലപ്പോഴും കിട്ടാത്തത് കൊണ്ട് കേസെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും പലരുടെയും 2ാം വിവാഹമൊക്കെ ആയിരിക്കും ഇത്. അത് മാത്രമല്ല, ഇത്തരം ഒരു കച്ചവട കല്യാണമാണ് നടത്തിയതെന്ന് പുറത്തറിയുന്നതിലുള്ള ചീത്തപ്പേരും ബുദ്ധിമുട്ടും കൊണ്ട് പലരും ഈ കാര്യം പുറത്തു പറയാറില്ല. ഒപ്പം തന്നെ നാട്ടിൽ ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള ആളുകളാണ് ഇത്തരത്തിലൊരു വിവാഹത്തിലേക്ക് വരുന്നതെങ്കിൽ അത് പല സമയത്തും അവരൊരു ഇഷ്യൂ ആയിട്ട് ചൂണ്ടിക്കാണിക്കുക പോലുമില്ല. എല്ലാ സമൂഹത്തിലും എന്നതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുള്ള പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ പെയ്ഡ് വധുക്കളാകാൻ തിരഞ്ഞെടുക്കുന്നത് തന്നെ. അവരുടെ സാമ്പത്തിക നിലയെ ചൂഷണം ചെയ്യുകയാണ് ഇടനിലക്കാർ. കല്യാണത്തിനും മറ്റു ചിലവുകൾക്കുമൊക്കെയായി 1-2 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിക്കൊണ്ട് ബാക്കി വരുന്ന പണം മുഴുവൻ ഈ ഏജന്റുമാർ അവരുടെ കൈക്കുള്ളിലാക്കും. ഇത്തരത്തിൽ കല്യാണം കഴിക്കുന്ന ഭാര്യയെ ഹൈദരാബാദിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ താമസിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ കുടുംബം നിലനിർത്തുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ 2-3 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരത്തില് വിവാഹ ബന്ധം മോചിപ്പിക്കണം എങ്കിലും പണം തന്നെയാണ് അതിനകത്ത് മുഖ്യമായിട്ട് വരുന്നത്. 7-8 ലക്ഷം രൂപയൊക്കെ മുടക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡിവോഴ്സ് റെഡിയാകും. ഇതും ഈ ഏജന്റുമാരുടെ ഒരു നേതൃത്വത്തിൽ തന്നെയായിരിക്കും. എന്നാൽ ഈ പണത്തിന്റെയും പ്രധാന ഭാഗവും പോകുന്നത് ഇടനിലക്കാർ ആയിട്ടുള്ള ഏജന്റുമാർക്ക് തന്നെയാണ്. പണത്തിന്റെ പ്രധാന ഭാഗവും അപഹരിച്ചുകൊണ്ട് അവർ വീണ്ടും ചൂഷണം തുടരുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കല്യാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചവട കല്യാണം നടക്കുന്നത് അതിൽ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ ജീവിതം ചിലപ്പോൾ കൂടുതൽ ദുഷ്കരമാക്കുകയും അവരുടെ ഫ്രീഡം ഓഫ് ചോയ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വളരുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഇത്തരം കല്യാണങ്ങൾ പലപ്പോഴും ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള കല്യാണങ്ങൾ കൂടി ആകാറുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭർത്താക്കന്മാർ കുട്ടികളെയൊക്കെ നൽകി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഈ സ്ത്രീകളുടെ തലയിൽ തന്നെയാകും. ഭാര്യമാർ പെട്ടെന്ന് മിസ്സാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ വിവാഹം കഴിച്ച ചില പുരുഷന്മാർക്ക് ദുഃഖവും ഉണ്ടാക്കി വെക്കാറുണ്ടായിരിക്കും. ഇത്തരത്തിൽ പണം കൊടുത്തുകൊണ്ടുള്ള കല്യാണങ്ങളെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?